ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ലഞ്ചിനോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് റെസിപ്പിയാണ് കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. ഒരു ഉരുളക്കിഴങ്ങോ ഒന്നോ രണ്ടോ ഉരുളക്കിഴങ്ങും രണ്ട് മുട്ടയും മാത്രം മതി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തായാലും ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാമേ. ചെറുതായിട്ട് ഒന്ന് വഴറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ നമുക്കറിയാലോ, തേങ്ങയുടെയൊക്കെ വിലയാണെങ്കിൽ കുത്തനെ കുതിക്കുകയാണല്ലേ. സ്വർണ്ണത്തിനെക്കാളും വിലയാണ് തേങ്ങയ്ക്ക് എന്ന് പറയാം. അപ്പൊ അതേ സമയം നമുക്ക് ഇതിൽ തേങ്ങയൊന്നും ആഡ് ചെയ്യാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലഞ്ചിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെയാണ്. അപ്പൊ അതിലേക്ക് സവാള ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയ സമയത്ത് നമ്മൾ അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇതും കൂടെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് പൊടിയായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളൊന്ന് വാട്ടി എടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ ഇതാ വെള്ളം എല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. അതാ കണ്ടല്ലോ, ഉരുളക്കിഴങ്ങ് ഇതാ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഇതിലേക്ക് നമുക്ക് മുട്ടയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെസിപ്പിയാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും, മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങിന് 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് മുട്ട ഇതേപോലെ ഉരുളക്കിഴങ്ങൊക്കെ സൈഡിലോട്ട് ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം മുട്ട നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാമേ. ഇനി വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു പാൻ വെച്ച് വേണമെങ്കിലും അതിലും ഇതേപോലെ മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്കൊന്ന് നമ്മൾ ഈ തോരനൊക്കെ ഒന്ന് ചിക്കി എടുക്കൂലേ, ആ പരുവത്തിൽ നമുക്കൊന്ന് ചിക്കി എടുത്ത് ഇതിനോടൊപ്പം ചേർത്തെടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പം വേറെ പാത്രമൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല, ഈ പാത്രത്തിൽ തന്നെ അങ്ങ് ചെയ്ത് എടുക്കുകയാണേ. അപ്പൊ ഇത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ മുട്ടയൊക്കെ ഇതാ അടിയിലൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ചിക്കി കൊടുക്കാം. ചിക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പൊ ഉരുളക്കിഴങ്ങും മുട്ടയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും മുട്ടയും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അധിക മസാലകളുടെ ഒന്നും ആവശ്യം തന്നെ ഇല്ല. കുറച്ച് പൊടികൾ മാത്രം, നമ്മളൊരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയും മാത്രം മതി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മൾ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് റെസിപ്പി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കയറിക്കൊണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ വെള്ളം എല്ലാം വറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ ഹെൽത്തിയാണ് കേട്ടോ. ഇനി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ കൂട്ടാം. മുട്ടയും നമുക്ക് 2-3 മുട്ടയൊക്കെ നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. കുട്ടികൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.